ലോകത്ത് ഇദ്ദേഹത്തിൻ്റെ പിടിവാശിയും ഇത്തരം മണ്ടൻ തീരുമാനങ്ങളും നിലപാടുകളും വലിയ ഒരു ലോകത്തിനാകെ തന്നെയും വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകും എന്ന് ഭയപ്പെടുന്ന ആളുകൾ വലിയ തോതിലുണ്ട്. അത് ലോകരാഷ്ട്രീയത്തെ വളരെ സജീവമായിട്ടും വളരെ ഗൗരവത്തോടെയും ശ്രദ്ധിക്കുന്ന, ലോകരാഷ്ട്രീയത്തെ നമ്മൾക്കാർക്കും സാധിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് വിശകലനം ചെയ്യാൻ കഴിയുന്ന മനുഷ്യരടക്കം ഇത് വലിയ കുഴപ്പത്തിലേക്കാണ് ഈ കാര്യങ്ങൾ പോവുക എന്ന് വിചാരിക്കുന്നുണ്ട്. അമേരിക്ക മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, അമേരിക്ക അവരുടെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ടുന്ന, അമേരിക്കയിലെ ശരിയായ രാഷ്ട്രീയക്കാർ, കൊള്ളാവുന്ന രാഷ്ട്രീയക്കാർക്ക് അവർക്കറിയാവുന്നൊരു ചരിത്രമാണ് വിയറ്റ്നാമിൻ്റേത്. വിയറ്റ്നാമിൽ പോയിട്ട് ഇതുപോലെ യുദ്ധം ചെയ്യാൻ നിന്നതാണ് അമേരിക്ക. അവർക്ക് വലിയ തിരിച്ചടിയാണ്, രാഷ്ട്രീയമായിട്ടും സൈനികമായിട്ടും ഒക്കെ താരതമ്യേന ചെറിയ ഒരു രാജ്യത്തിൽ നിന്ന് വലിയ തിരിച്ചടിയാണ്. എക്കാലത്തേക്കും അവർക്ക് മറക്കാനാകാത്ത വൻപൻ പരാജയമാണ് അമേരിക്കക്ക് ആ നിലക്കുണ്ടായത്. 58,000 സൈനികരെയാണ് അവർക്ക് അമേരിക്കക്ക് നഷ്ടമായത്. ബില്യൺസ് ഓഫ് ഡോളർ, ഒരുപാട് തുക അവർക്ക് നഷ്ടമായി. രാഷ്ട്രീയമായിട്ട് അവർക്കുണ്ടായിരുന്ന ഒരു ആധിപത്യം ലോകത്താകെ തന്നെയും വലിയ ക്ഷീണമുണ്ടാകുന്ന നിലയിലേക്ക് പോയി. അമേരിക്കക്കകത്ത് തന്നെ ജനങ്ങൾ അമേരിക്കയുടെ ഈ തീരുമാനത്തെ, വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാനുള്ള തീരുമാനത്തെ എതിർത്തുകൊണ്ട് തെരുവിലേക്ക് ഇറങ്ങി. അപ്പോൾ അമേരിക്കയുടെ വലിയ ദീർഘമായ കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടും ഏറ്റവും വലിയ പരാജയവുമായിരുന്നു വിയറ്റ്നാമിലേത്. അതായത് വിയറ്റ്നാമിൽ അങ്ങോട്ട് നിന്ന് കുഴപ്പമുണ്ടാക്കാൻ ചെന്നാൽ ആ നാട്ടിലെ ആളുകൾ എത്രത്തോളം ദരിദ്രരായിട്ടുള്ള ആളുകളാണെങ്കിലും അവരുടെ അന്തസ്സിനെ ചോദ്യം ചെയ്താൽ അവരെല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയും വലിയ യുദ്ധത്തിലേക്ക്, എത്ര വലിയ ശക്തരാണെങ്കിൽ തന്നെയും അവർക്കെതിരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുകയും ചെയ്യും എന്ന പാഠം അമേരിക്ക ഒരു തവണ പഠിച്ചതാണ്. ഇപ്പോൾ മഡൂറോയെ പിടിച്ചുകൊണ്ട് പോകുന്നു, ആ രാഷ്ട്രത്തിൻ്റെ പ്രസിഡന്റ് ഞാനാണ് എന്ന് ഇങ്ങനെ എഴുതി വെക്കുകയൊക്കെ ചെയ്യുന്നത് ഏത് നിലക്കാണ് ആ നാട്ടിലെ മനുഷ്യരുടെ അന്തസ്സിനെ ഉണർത്തുക? അന്തസ്സുണർന്നാൽ സ്വാഭാവികമായിട്ടും അവരുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന ഒരു കാര്യത്തിലേക്ക് പോയാൽ ഏത് രാജ്യത്തെയും ആളുകൾ വലിയ രാജ്യസ്നേഹത്തോടൊക്കെ ഒന്നിച്ചു നിൽക്കുകയും മറ്റും ചെയ്യും, ആവും വിധം പോരാടുകയും ചെയ്യും. അതിപ്പോൾ സൈനികമായിട്ട് വിയറ്റ്നാമിൽ നടന്ന പോലെ ആയിരിക്കണമെന്നില്ല, ആണെങ്കിലും അങ്ങനെയാണ് സംഭവിക്കുക. ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബുദ്ധി ട്രംപിനില്ല എന്ന് കണക്കാക്കുന്ന ആളുകളുണ്ട്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ നിന്നും ചരിത്രം അങ്ങനെ പഠിച്ചിട്ടില്ല എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ എങ്ങനെയാണെങ്കിലും എവിടെയാണെങ്കിലും രാഷ്ട്രീയമായിട്ടോ അല്ലെങ്കിൽ സൈനികമായിട്ടോ ഉള്ള യുദ്ധങ്ങൾ, പോരാട്ടങ്ങൾ നടക്കുന്നത് ലോകത്തിനാകെ ബുദ്ധിമുട്ടുണ്ടാക്കുമെന്നതുകൊണ്ട് ട്രംപിൻ്റെ മണ്ടൻ നയങ്ങൾ, ഇത്തരം തുടരുന്ന കാര്യങ്ങൾ പൊതുവിൽ ലോകത്തിനാകെ തന്നെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന ആലോചനയുള്ള ആളുകളാണ് രാഷ്ട്രീയത്തെ വയസ്സായിട്ട് സമീപിക്കുന്ന ആളുകൾ, ബുദ്ധിപരമായിട്ട് സമീപിക്കുന്ന ആളുകൾ.